നിർത്ത്. രാജി, എന്താ ഇത്? എങ്ങോട്ടാ? സുധാരേട്ടാ, വടക്കോട്ടാണെങ്കിൽ 5 മണിക്ക് വേണാട് കിട്ടും. അല്ല, സാറിനെ കണ്ടപ്പോ തോന്നിയില്ല ഒളിച്ചോട്ടത്തിനുള്ള പുറപ്പാടാണെന്ന്. നോക്കി നിൽക്കാതെ കയറ് സാറേ, അല്ലെങ്കിൽ വണ്ടി തെറ്റും. ഞാനും ഒളിച്ചോടിയാ കല്യാണം കഴിച്ചത്. ആദ്യം ചില കശപിശകളൊക്കെ വീട്ടുകാരുണ്ടാക്കും. ഒരു കൊച്ചായി കഴിയുമ്പോ എല്ലാവരും അതങ്ങ് മറക്കും. അതെ, താൻ വിട്ടോ. അപ്പൊ ഒന്നുമില്ല, ഒളിച്ചോട്ടമല്ലേ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കാല് ഉപയോഗിച്ച് ഓടിക്കോളാം. അതെ, ഞാൻ ഇന്നൊരൊറ്റ ദിവസം ഇവിടുന്ന് മാറി നിന്നാ മതി. നോമിനേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റാ. എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം. ഒരു ദിവസം നമുക്ക് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാം. ഞാൻ നിക്കണ്ടല്ലോ, ഒന്ന് പോടോ അവിടുന്ന്. ജോത്സ്യം പറഞ്ഞത് നേരാ. എന്റെ കഷ്ടകാലം തീർന്നു. ഒരു MLA ഭർത്താവുക എന്ന് പറഞ്ഞ നിസാര കാര്യ. ആരറിഞ്ഞു നാളെ നീ ഒരു കൃഷി വകുപ്പ് മന്ത്രിയാവില്ലാന്ന്? സുധാരേട്ടാ, എനിക്ക് നിനക്ക് ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ട് വന്നേ. സുധാരേട്ടാ, ആരും പേടിക്കണ്ട, എവിടെ പോയാലും നമുക്ക് കണ്ടുപിടിക്കാം. സരോജിനി ആ ടോർച്ച് അങ്ങ് എടുത്തേ. ആ കുഞ്ഞുണ്ണിയാരെ കൂടെ കൂട്ടിക്കോ. കുഞ്ഞുണ്ണിയായിരൊന്നും വേണ്ടാന്ന്. ഇതെന്താ സുധാകരനും കൂടെ? ഞാൻ പുലർച്ചെ വണ്ടിക്ക് വന്നതാ, വിവരമൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ. അപ്പോഴാണ് സ്ഥാനാർത്ഥിയുടെ ഒളിച്ചോട്ടം. എന്റെ മുമ്പിൽ തന്നെ വന്ന് ചാടി. എന്റെ മോളെ, ഞങ്ങൾ ആകെ വിഷമിച്ചു പോയി. എന്റെ കുഞ്ഞിന് ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ബാലം പുതുവാളിനോട് പറയാം, ഇതൊന്നും വേണ്ട. 11 മണിക്കൂറല്ലോ, അത് തനി മര്യാദകടാ. ഒന്നും വേണ്ടാന്നേ, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നാളെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചാ. അങ്ങോട്ട് കൊടുക്കണോ സാർ? നമസ്കാരം. നമസ്കാരം. മിനിസ്റ്ററെ കണ്ടോ? ഏത് മിനിസ്റ്റർ? സ്ഥലം മിനിസ്റ്റർ കണ്ടു, പക്ഷെ കാണേണ്ട പോലെ കാണാൻ പറ്റില്ല. സാരമില്ല, നാളെ കാണുന്നുണ്ട്. അതോട് ഞങ്ങൾ വന്നിട്ട് രണ്ടുപേരും 2 സ്ഥലത്തായതുകൊണ്ട് ദാമ്പത്യം വളരെ. ഞാൻ ഏറ്റവും പറഞ്ഞല്ലോ, താൻ പേടിക്കാതെ. ഏറ്റവും സാറ് കുറെ നാളായിട്ട് പറയുന്നുണ്ട്. അപ്പുകൂട്ടൊരു കാര്യം, നാളെ വന്നെ കാണാം. അല്ല, നാട്ടില് വിഡ്ഢികൾ എങ്ങനെ കൂടി കൂടി വരുള്ളൂന്ന് ഓർത്ത് ചിരിച്ചതാ. ഇടയ്ക്കിടയ്ക്ക് അവലവനെ പറ്റി ഒരു തോന്നലുണ്ടാകുന്നു. പ്രതിപക്ഷക്കാര് വന്ന് പോയോ ഇതിനെ? അവര് ജാനകമ്മ ടീച്ചർ തന്നെയാ നിർത്തുന്നത്. ഓ, നമ്മുടെ സ്ഥാനാർത്ഥി വനിതയായോണ്ടാവും. അതെ, വളരെ വേണ്ടപ്പെട്ടവര് മാത്രം അകത്തോട്ട് കയറിയാ മതി. സ്ഥാനാർത്ഥിയായിരിക്കും. ഇരിക്കൂ. അല്ല, അനിയത്തിയുടെ ഭാര്യയുടെ അത്. ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, മിസ് രാജലക്ഷ്മി. മാധവൻ മാസ്റ്ററുടെ മകളല്ലേ? അപ്പൊ അറിയാം. സാർ, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് പാറുക്കുട്ടി. ദയവായി നോമിനേഷൻ സ്വീകരിക്കണം. എന്നെ MLA ആക്കിയ പോരാ, മന്ത്രിയാക്കണം. ഇന്ന് മന്ത്രി, നാളെ മുഖ്യമന്ത്രി, മറ്റന്നാ പ്രധാനമന്ത്രി. വട്ടാണ് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇവരെയും കൊണ്ട് പുറത്തേക്ക് പോകണം. തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരുടെ നോമിനേഷനോട് സ്വീകരിക്കില്ല. എല്ലാ യോഗ്യതകളും ഇവർക്കുണ്ട് സാർ. ഇന്ത്യൻ പൗരനാണ്, പ്രായപൂർത്തി, വോട്ടവകാശമുണ്ട്. പിന്നെ തലയ്ക്ക് സ്ഥിരതയില്ല, അതൊരു കുറവായിട്ട് കാണരുത്. സ്ഥിരതയുള്ളവരിവിടെ കുറെ കാലം ഭരിച്ചല്ലോ, ഇനി ഇല്ലാത്തവരുടെ കൈ നോക്കട്ടെ. എന്തായാലും തലയ്ക്ക് സ്ഥിരതയുള്ളവർ കാണിക്കുന്ന അത്ര വൃത്തികേട് ഇവര് കാണിക്കത്തില്ല. അവര് നിന്നോട്ടെ, നമുക്ക് പോവാം. ഇവരെ പിടിച്ച് പുറത്താക്കൂ. മനുഷ്യനെ ഒരുമാതിരി പറ്റിക്കാൻ നോക്കുക പറ്റത്തില്ല. ഞാൻ MLA ആവും, മന്ത്രിയാവും, പ്രധാനമന്ത്രിയാവും. ഈ പാറക്കുട്ടി ഇന്ന് നിൽക്കും, നാളെ നിൽക്കും, മുഖ്യമന്ത്രിയാവും. നമസ്കാരം. ജയിച്ചു പോയാൽ ഞങ്ങളുടെ തൊഴിലന്വേഷണത്തിന് പരിഹാരം ഉണ്ടാക്കി തരുമോ? പറ. അസംബ്ലി ചെന്ന് വായി മൂടി ഇരിക്കാനാണെങ്കിൽ എന്തിനായി വേഷം കെട്ടണേ? സ്ഥാനാർത്ഥി എന്തെങ്കിലും പറഞ്ഞേച്ചു പോ. അതെ, ചുമ്മാ ആളാകല്ലേ.
ഓഹോ, ഇപ്പോഴേ സെക്യൂരിറ്റിയെ കൊണ്ടാണ് നടപ്പല്ലേ? അങ്ങോട്ട് മാറിക്കടാ. ദയവായി പിരിഞ്ഞു പോകണം. ഇതൊന്നും അത്ര കാര്യമാക്കരുത്. ആണുങ്ങളുടെ കൈയുടെ ചൂടറിയാത്തതിന്റെ കുഴപ്പമാ. അതെ, യവനോടൊന്നും ഇടപെടാൻ കൊള്ളൂല. ആരാ അയാള്? അയാളോ? അതൊന്നും പറയാതിരിക്കുക ഭേദം. ഒരുപാട് പഠിപ്പുണ്ട്, ഡിഗ്രി ഉണ്ട്, പക്ഷെ ഉദ്യോഗമില്ല. അതുകൊണ്ടെന്താ, മാന്യമായിട്ട് ജീവിക്കുന്ന ആരെ കണ്ടാലും കണ്ണുകടിയാ. സ്റ്റേറ്റുകാർ കണ്ട കല്ലെടുത്തെറിയുക. ഇന്നാളൊരു ദിവസം ഒരു പോലീസുകാരന്റെ തൊപ്പി എടുത്തൊരു പിച്ചക്കാരന്റെ തലയെ കൊടുത്തിട്ടിൽ. അതൊക്കെ പോട്ടെ, ഈ സെക്രട്ടേറിയറ്റിന് മുമ്പ് വെച്ച് എന്റെ കരണക്കുറ്റിക്കിട്ട് ഒറ്റയടി. അതെന്താ? ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല. മിണ്ടാൻ പാടില്ല, അതാണ് നയം. ഇങ്ങോട്ട് കറിയട്ടെ. കേറണം സാറേ. ഞാൻ അകത്തൊക്കെ നോക്കുകയായിരുന്നു. ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ ഇപ്പൊ പോയിട്ട് അവിടുത്തെ തിരക്കുള്ള ജോലികളെല്ലാം തീർത്തിട്ട് ഓടിയെത്താം. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പാവും. വോട്ടെണ്ണുന്ന ദിവസം എന്റെ രാജ്യയുടെ അടുത്ത് ഞാനും ഉണ്ടാവും. അതുവരേക്കുള്ള എല്ലാ റിപ്പോർട്ടും അപ്പ എഴുതണം. പണ്ടത്തെ പോലെ ഓരോ ദിവസവും ഓരോ കത്ത്. പറഞ്ഞതൊക്കെ മറന്നോ? ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഒരു ത്രില്ല്. എല്ലാവർക്കും കിട്ടുമോ ഇതുപോലുള്ള അവസരങ്ങൾ? പിന്നെ ഇതിലിപ്പോ ജയിച്ചാലും തോറ്റാലും നീ എന്റെ രാജ്യം തന്നല്ലേ. മുറ്റത്തായി പോയി. അല്ലെങ്കിൽ ഈ മുഖം തെളിയിക്കാൻ ഒരു സൂത്രം ഉണ്ടായിരുന്നു. എഴുതൂ. തലയാട്ടിയാ പോരാ, എഴുതാം എന്ന് പറയണം. ആ, വരട്ടെ. శ్రీరఘుకుల మందు పుట్టి నీవు 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 సీతాను చేకొనిన రామచంద్ర సీతాను చేకొనిన రామచంద్ర సీతాను చేకొనిన రామచంద్ర సీతాను చేకొనిన రామచంద్ర శ్రీరఘుకుల మందు పుట్టి నీవు. എഴുതക്കണ്ട. ഇതാണ് ഈ കലാകാരന്മാരുടെ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. പാട്ട്, കൊട്ടനെയ്ത്ത്, പടം വരപ്പ്. എന്നാ പരീക്ഷ? അടുത്ത ആഴ്ച. എനിക്കെന്തോ പെൻഷൻ വാങ്ങിത്തരാമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊതുവാള് പറഞ്ഞിരുന്നു. പെൻഷൻ? ആ ഓ പെൻഷൻ. അതിന്റെ എഴുത്തുകൂത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഉണ്ടല്ലോ ചില അന്നമുടക്കുകള്. മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങിച്ചിട്ടുള്ള ചിത്രകാരനാണെന്ന് പറഞ്ഞപ്പോ ഒരുത്തൻ ചോദിക്കുക, ജനകീയ സർക്കാരിന് രാജഭക്തന്മാർക്ക് പെൻഷൻ കൊടുക്കേണ്ട കാര്യം എന്ത് വന്നു? എനിക്ക് വന്ന ദേഷ്യമുണ്ടല്ലോ. പിന്നെ നമ്മുടെ സർക്കാർ ഭരിക്കുമ്പോൾ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഉദയാ, മനസ്സിലായി. എന്ത് മനസ്സിലായി? ഉപതെരഞ്ഞെടുപ്പായപ്പോ ബാനർ എഴുതാൻ ആളെ കിട്ടിയില്ല അല്ലേ? അല്ലാതെ പൊതുവാളിപ്പ് ഇങ്ങോട്ട് വേണ്ട കാര്യമില്ല. പക്ഷെ ചെയ്യേണ്ട ജോലിക്ക് കൃത്യമായിട്ട് കാശ് തന്നാലും ഞാൻ വരും. കുട്ടി, കല ദൈവീകമാണ്, അതിന് നമ്മൾ കണക്ക് പറയരുത്. എനിക്കിത് ഉപജീവന മാർഗമാണ്, ഞാൻ കണക്ക് പറയും. പറയണം. എനിക്ക് ഇങ്ങനെയുള്ളവരാ ഇഷ്ടം. ഇത് ഞാൻ ഏറ്റു. ദേ, ഒടുവിൽ എന്നെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. ഞാനല്ലേ പറയുന്നത്. അതുകൊണ്ടാ പേടി. അപ്പോ നാളെ തന്നെ എത്തണം. പെയിന്റും സാധനങ്ങളൊക്കെ സ്ഥാനാർത്ഥിയുടെ വീട്ടിലെത്തിക്കാം. അവിടെ ചെയ്താൽ മതി. വീടറിയാലോ? അത് ഞാൻ കണ്ടുപിടിച്ചോളാം. അപ്പ കാലത്ത്. കാലത്തല്ല, കോളേജ് കഴിഞ്ഞ്.